നമസ്കാരം. രാഷ്ട്രീയത്തിൽ ഒരു തികഞ്ഞ അട്ടിമറിക്ക് പലപ്പോഴും വലിയ തെരഞ്ഞെടുപ്പുകൾ ആവശ്യമില്ല. ചെറിയ തെരഞ്ഞെടുപ്പുകൾ പോലും രാഷ്ട്രീയത്തിലെ ആഴത്തിലുള്ള പ്രതിസന്ധികളെ തുറന്നു കാട്ടുന്നവയാണ്. രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് സംഭവിച്ച ഞെട്ടിക്കുന്ന തോൽവി അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. സ്വന്തം സഖ്യത്തിനുള്ളിൽ നിന്ന് വോട്ടുകൾ ചോർന്നുവെന്നത് പ്രതിപക്ഷത്തെ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ പുറത്തുനിന്നല്ല, മറിച്ച് അകത്തുനിന്ന് തന്നെയാണ് വരുന്നതെന്ന് ഇന്ത്യ സഖ്യത്തിന് ഈ ഒരു ഫലം ഒരു ഓർമ്മപ്പെടുത്തലായി മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ സഖ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായത് പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആകെ വോട്ട് ചെയ്ത 768 എംപിമാരിൽ NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് 452 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ റിട്ടയർഡ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. 15 വോട്ടുകൾ അസാധുവാണെന്നും ഒരു പോസ്റ്റൽ ബാലറ്റിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ഈ ഫലം കൂടുതൽ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ രാഷ്ട്രീയമായ കൂറുമാറ്റത്തിൻ്റെ ചിത്രം വളരെയധികം വ്യക്തമാവുകയാണ്. ഇരു സഖ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ വോട്ടുകൾ പരിഗണിച്ചാൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് 438 വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് 14 വോട്ടുകൾ അധികം ലഭിച്ചു. ഇത് NDA സഖ്യത്തിന് പുറത്തുനിന്നും പിന്തുണ ലഭിച്ചു എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചന നൽകുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് 327 വോട്ടുകൾ ലഭിക്കേണ്ടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് 300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതായത് 27 വോട്ടുകളുടെ കുറവുണ്ടായി. ഇന്ത്യ സഖ്യത്തിൽ 315 വോട്ടുകൾ പോൾ ചെയ്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിൽ ഇന്ത്യ സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ ആം ആദ്മി പാർട്ടിയുടെ 12 എംപിമാരുടെ വോട്ടുകൾ ഉൾപ്പെടുന്നില്ല. എങ്കിൽ പോലും റെഡ്ഡിക്ക് 315 വോട്ടുകൾ പോലും നേടാനായില്ല എന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ അസാധുവായ 15 വോട്ടുകളും അത് ഇന്ത്യ സഖ്യത്തിൻ്റെതാണെന്ന് അനുമാനിച്ചാൽ പോലും വിമത രാജ്യസഭാ അംഗം സ്വാതി മലിവാളിനെ ഒഴിവാക്കിയുള്ള ആം ആദ്മി പാർട്ടിയുടെ 11 വോട്ടുകളടക്കം കുറഞ്ഞത് 311 വോട്ടുകളെങ്കിലും റെഡ്ഡിക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ കണക്കുകളെല്ലാം തെറ്റിച്ച് CP രാധാകൃഷ്ണന് YSRPCയുടെ വോട്ടുകളടക്കമുള്ള 438 വോട്ടുകൾക്ക് പുറമെ 14 വോട്ടുകൾ അധികം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ വിലയിരുത്തലനുസരിച്ച് ഈ വോട്ട് ചോർച്ച സംഭവിച്ചത് ആം ആദ്മി പാർട്ടിയിലെയും ശിവസേനയിലെയും ഉദ്ധവ് താക്കറെ വിഭാഗം എംപിമാരിൽ നിന്നാണ്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിയുമായിട്ട് അകന്നു നിന്ന ആം ആദ്മി പാർട്ടിയിലെ ചില എംപിമാർ BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇവിടെ എടുത്തു. അതുപോലെ ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽപ്പെട്ട ചില എംപിമാർ ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ തന്നെ NDA സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തുവെന്നും വിലയിരുത്തപ്പെടുന്നു. ഇത് ഇവിടെ ഇന്ത്യ സഖ്യത്തിനകത്തെ ആഭ്യന്തര ഭിന്നതകൾ തന്നെയാണ് വ്യക്തമായി വരച്ചു കാട്ടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് നിലവിലെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ കേന്ദ്ര സർക്കാരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായതിനെ തുടർന്ന് അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചതിനാലാണ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന 13 പേരിൽ തെലങ്കാനയിലെ BRSൻ്റെ 7 എംപിമാരും ഒഡീഷയിലെ BJDയിലെ 4 എംപിമാരും പഞ്ചാബിലെ ശിരോമണി അകാലിദളിലെ 1 എംപിയും ഉൾപ്പെടുന്നു. ഇവർക്ക് പുറമെ 2 സ്വതന്ത്ര എംപിമാരും വിട്ടുനിന്നു. ആകെ രേഖപ്പെടുത്തിയ 767 വോട്ടുകളിൽ 452 വോട്ടുകൾ നേടിയാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത്. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി ഒതുങ്ങുന്നില്ല. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പിന് വലിയൊരു വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഫലം പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ്മയിൽ വിള്ളലുകൾ വീഴ്ത്തിയെന്നും അതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഭിന്നതകൾ അത് നിർണായകമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷനായിരുന്ന CP രാധാകൃഷ്ണൻ RSSലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം പിന്നീട് BJPയുടെ തമിഴ്നാട്ടിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ട് വളർന്നു വന്നു. കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം നേരത്തെ ജാർഖണ്ഡിൻ്റെ ഗവർണറായിട്ടും 2020 മുതൽ 2022 വരെ BJPയുടെ കേരള പ്രഭാരിയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം അതൊരു രാഷ്ട്രീയ അട്ടിമറിയെയാണ് സൂചിപ്പിക്കുന്നത്.